ശരി. ശ്രീ എസ് രാധാകൃഷ്ണൻ, താങ്കളോട് ചോദിക്കുന്നതാണ് ഈ ഒരു ചോദ്യം. നമ്മുടെ തലക്കെട്ട് ഏറ്റവും അധികം ചോദിക്കേണ്ടത്, അതിനുത്തരം പറയേണ്ടതും ഒക്കെ തന്നെ താങ്കളാണ്. ജൻ ഔഷധിക്ക് എത്ര മാർക്ക് എന്നുള്ളത് താങ്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണോ? താങ്കൾ എത്രത്തോളം വീട്ടിലേക്ക്, ബന്ധുക്കളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ജൻ ഔഷധിയെ പ്രൊമോട്ട് ചെയ്യുന്നു? ഞാൻ ജനൌഷധിക്ക് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് 99.99% കൊടുക്കും. കാരണം നമുക്ക് വിശ്വസിച്ച് മേടിക്കാവുന്ന ഒരു മെഡിസിനാണ് ജനൌഷധി തരുന്നത്. ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നും തരുന്ന ഒരു മെഡിസിൻ അതൊരിക്കലും പാഴ് സാധനമല്ല. അത് നാഷണൽ ലെവലിൽ അക്രഡിറ്റേഷനുള്ള ലാബിലും ടെസ്റ്റ് ചെയ്ത് എഫക്റ്റീവ്നെസ് കണ്ടിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ കോസ്റ്റ്, അപ്പോൾ ഒരു ടെൽമ 40 ഞാനിപ്പം ഒരു സ്ട്രിപ്പ് മേടിക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്തൊരു 10-15 രൂപയ്ക്കകത്തൊക്കെ നിൽക്കും. പക്ഷേ നമ്മളത് അല്ലാത്ത ഇൻ്റർനാഷണൽ കമ്പനിക്കാരെ മേടിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. കണ്ടൻസ് സെയിം ആണ്, പക്ഷേ അത് അവരുടേതായ രീതിയാണ്. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞത് സാധാരണക്കാരായ ആൾക്കാർക്ക് അത് വളരെ വളരെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം സേവിങ്സ്. ഒരു മാസം 3000-4000 രൂപ ഒരു ഫാമിലിക്ക് എൻ്റെ വീട്ടിലുമുണ്ട്. അത്രയും ആകുന്ന സ്ഥാനത്ത് ഇപ്പോൾ അതിന് 4-1 ആകുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഫുൾ ഡോസ് മേടിക്കാനും പറ്റുന്നുണ്ട്. ഏകദേശമുള്ള എല്ലാ മെഡിസിനും ജനൌഷധികളിലുണ്ട്. നമ്മുടെ പ്രാരംഭഘട്ടത്തിൽ വളരെ ബാലാരിഷ്ടതയിൽ കൂടി പോയ സമയങ്ങളിൽ ഔട്ട് ഓഫ് സ്റ്റോക്കായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഏകദേശമുള്ള തിരുമലയിലെ മിസ്റ്റർ അജിത്ത് നടത്തുന്ന സ്ഥാപനങ്ങളിൽ 99% അവരുടെ ജനൌഷധി മെഡിസിനാണ്. ഞാൻ അത് ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്. കാരണം വേറെ പല സ്ഥലങ്ങളിലും ജനറിക് മെഡിസിനും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ്. അല്ലാത്ത സമയങ്ങളിൽ എല്ലാവരും ജനൌഷധി മെഡിസിൻ അതിൽ നമ്പർ 1 മാർക്ക് കൊടുക്കേണ്ടത് മിസ്റ്റർ അജിത്തിനാണ്. കാരണം പുള്ളി ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. പിന്നെ ജനറിക് മെഡിസിൻസ് അദ്ദേഹം പറയാറുണ്ട്, സാറേ ഈ മെഡിസിൻ കഴിക്കാം, കൊള്ളാമോ സാറ് കഴിച്ചു നോക്കാൻ പറയും. അത് പുള്ളിക്ക് വിശ്വാസമുള്ള നല്ല ബ്രാൻഡ് കമ്പനിയുടെ ജനറിക് മെഡിസിനാണ് തരുന്നത്. അത് ഒരിക്കലും നമുക്ക് ദോഷം വന്നിട്ടില്ല. ഈ കഴിക്കുന്ന മെഡിസിൻ കഴിച്ചതുകൊണ്ട് എൻ്റെ വീട്ടിലാർക്കും BP ഉള്ളവർക്ക് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല, എല്ലാം നോർമൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ വേറൊരു മെഡിസിൻ കഴിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഈ ടെൽമ അല്ലെങ്കിൽ BPക്ക് അട്രോസ്റ്റാറ്റിൻ മേടിച്ച് കഴിക്കുന്നുണ്ട്, റോസോസ്റ്റാറ്റിൻ കഴിക്കുമ്പോഴും ഇതെല്ലാം നോർമൽ റിപ്പോർട്ടുകളിലൊക്കെ തന്നെയാണ് വരുന്നത്. എല്ലാം നോർമൽ റിപ്പോർട്ടല്ല, കൂടുതൽ വരുന്നുണ്ട്, കുറവ് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും മെഡിസിന് എഫക്റ്റീവാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ സാധാരണ ഒരു മെഡിസിനാണ് പറഞ്ഞത്. ഇത് ഡയാലിസിസോ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനോ കീമോയ്ക്കൊക്കെ ഉള്ള മെഡിസിൻസ് ഇന്നത്തെ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ 10-1 പൈസ പോലും ജനൌഷധിക്കാകുന്നില്ല. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആശ്വാസമാണ്. അത് ജനൌഷധി തുടങ്ങിയത് അത് ഒരു വ്യക്തിയുടെ പേരിലായതുകൊണ്ടായിരിക്കും അതിനെ എതിർക്കുന്നത്. ആ വ്യക്തിയല്ല നമ്മൾ നോക്കേണ്ടത്, ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് അത് നമ്പർ 1 സാധനമാണ് തന്നെയാണ്. ഇവരെന്തുകൊണ്ട് 10 രൂപയ്ക്കോ 15 രൂപയ്ക്കോ ഒരു മെഡിസിൻ കൊടുക്കുന്ന അവർക്ക് പബ്ലിസിറ്റി ഇല്ല. ഒരുത്തരും ക്യാൻവാസ് ചെയ്യേണ്ട കാര്യമല്ല, പോസ്റ്റ് ഒട്ടിക്കേണ്ട കാര്യമല്ല, മറ്റുള്ളവരെ ഏരിയ മാനേജർക്ക് 2 ലക്ഷം 3 ലക്ഷം കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതെല്ലാം സാധാരണക്കാരൻ്റെ മടിയിലാണ് വരുന്നത്. അതേ സമയത്ത് നമ്മുടെ ജനൌഷധിക്കകത്ത് അത് വരുന്നില്ല. അവർ നേരിട്ട് സെയിൽ ചെയ്യുന്നു, കച്ചവടം കൊടുക്കുന്നു, തീർന്നു. ഞാൻ തുടങ്ങിയ കാലം തൊട്ട് ഇന്നലെ വരെയും ജനൌഷധിയുടെ ഒരു കസ്റ്റമറാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം തുടക്കത്തിലെ പരാമർശ വിഷയമാണ് കുടുംബ ബജറ്റ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുറഞ്ഞത് മരുന്ന് കഴിക്കാത്തവരായ ആരും തന്നെ കാണത്തില്ല. പ്രത്യേകിച്ച് അച്ഛനമ്മമാർ, അപ്പൂപ്പനമ്മമാർ, അങ്ങനെയുള്ളവർ സ്ഥിരമായി ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, അങ്ങനെ പലവിധ രോഗങ്ങളാണ് ഇവർക്കും ഉള്ളത്. അപ്പോൾ ഈ ജനൌഷധിയിലൂടെ മരുന്ന് വാങ്ങുമ്പോൾ പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ കുടുംബ ബജറ്റിൽ എത്രത്തോളം സഹായിക്കുമെന്നുള്ളത് ശ്രീ രാധാകൃഷ്ണൻ നന്നായി തന്നെ പറയാൻ സാധിക്കും. വളരെ ആശ്വാസമുള്ളൊരു തുകയ്ക്ക് നമുക്ക് മേടിക്കാം. കാരണം ഒരു ആൻറ്റിബയോട്ടിക് ഇന്നിപ്പോൾ ഒരു മോക്സ് ക്ലാവ് മേടിച്ച് കഴിഞ്ഞാൽ ഏകദേശം 500 രൂപയ്ക്ക് അടുപ്പിച്ച് ആവുന്നുണ്ട്. അതേ സാധനം, അതേ ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ ജനൌഷധി മേടിക്കുമ്പോൾ 75 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപ മാക്സിമം ആകുന്നുള്ളൂ. അതൊരു വലിയൊരു ആശ്വാസമല്ലേ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യത്തിൽ. അങ്ങനെ സകലമാന സാധനങ്ങൾക്കുമുള്ള റേറ്റ് വളരെ കുറവാണ്. പക്ഷേ ജനങ്ങളിൽ അത് എത്തിക്കുന്നിടത്ത് എവിടേക്കൊക്കെയോ ചില താളപ്പിഴകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് സാധാരണക്കാരിൽ ചെന്നെത്താത്തത്. സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആർജവം നിർഭാഗ്യവശാൽ ജനനേതാക്കൾ അത് കാണിക്കുന്നില്ല. ജനനേതാക്കൾ അത് കാണിക്കേണ്ടതാണ്. അത് ഇന്ന പാർട്ടിയെ അവർ ആരെയും പറയുന്നതല്ല, അവർ മുൻകൈ എടുക്കേണ്ടതാണ്. ജനക്ഷേമകരമായ കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഇതും കൂടെ അതിൽ ഊന്നി കൊടുക്കണം. കാരണം സാധാരണക്കാർ ഇന്ന് 10,000 20,000 ഇന്ന് കിഡ്നിക്ക് അസുഖമില്ലാത്തോ BPക്കോ ഷുഗറോ ഒന്നുമില്ലാത്ത ഒരു അസുഖം ഇല്ലാത്തവരില്ല എന്നൊരു വീട്ടിൽ.
ഒരു ഫാമിലി തന്നെ 3-4 പേർക്ക് വേണം. കുറഞ്ഞതൊരു 5000 രൂപ, 6000 രൂപ, 7000 രൂപ ആകുന്ന സ്ഥാനത്ത് വെറും 1000 രൂപയ്ക്ക് മെഡിസിൻ കിട്ടുക എന്നൊരു ആശ്വാസമല്ലേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ വിശ്വസിക്കുന്നു. അത് മുമ്പോട്ട് വരിക. ഇന്ന് പണക്കാരനെ പാവപ്പെട്ടെന്നുള്ള ഒരു പൈസ ഉള്ളവർ പോലും 3000-4000 രൂപയുടെ മെഡിസിൻ മേടിച്ച് പോകുന്ന കാണുന്നുണ്ട്. കാര്യം അവർക്ക് അതിൻ്റെ വിശ്വാസത ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. സാധാരണക്കാരെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ മെഡിസിൻ കൊള്ളത്തില്ല, ഇത് കഴിച്ച് എഫക്റ്റ് ആകത്തില്ല എന്നുള്ള. ഇപ്പം മറ്റ് ഇൻ്റർനാഷണൽ കമ്പനിക്കാരുടെ മെഡിസിൻ കഴിച്ച് എഫക്റ്റ് ആകണമെന്നുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മുടെ ശരീരത്തിലെ ബോഡിക്ക് അത് ചേരുകയാണെങ്കിൽ അതിന് നമുക്ക് എഫക്റ്റ് കിട്ടും. അത് ഇൻ്റർനാഷണൽ ആണെങ്കിലും ജനൌഷധി ആണെങ്കിലും. ഇത് എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു സംരംഭമാണ് ജനൌഷധി തുടങ്ങിയിരിക്കുന്നത്. അത് കാലിടറാതെ മുമ്പോട്ട് ഇനിയും കൂടുതൽ കസ്റ്റമർ വന്ന് ഇത് കൂടുതൽ ഉയരങ്ങൾ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.